അസ്സലാമലൈക്കും, നമസ്കാരം. മറ്റൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീടിന്റെ മനോഹരമായ വിശേഷങ്ങളായിട്ടാണ് ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത്. വെറും 18 ലക്ഷം രൂപക്ക് 1050 സ്ക്വയർ ഫീറ്റിൽ 2 ബെഡ്റൂമോട് കൂടി വരുന്ന നമ്മുടെ ഈ വീട് വന്നിട്ട് മലപ്പുറം ജില്ലയിലെ തിരൂരിലുള്ള നൗഫൽ നഫീസ ദമ്പതികളുടെ വീടാണ്. സിറ്റ് ഔട്ട്, ലിവിംഗ് കം ഡൈനിങ്, 2 ബെഡ്റൂമും കിച്ചൺ അടങ്ങുന്ന ഈ വീടിന്റെ കൂടുതൽ വിശേഷങ്ങളൊക്കെ അറിയേണ്ട നിങ്ങൾക്ക് അതിന് മുന്നായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. വെൽക്കം ബാക്ക് ടു ഹൈസം വ്ലോഗ്സ്. ഏകദേശം 6 സെന്റ് പ്ലോട്ടിലാണ് നമ്മുടെ ഈ വീട് നിൽക്കുന്നത്. വീടിന്റെ ഫ്രണ്ടിലായിട്ട് ഇതേ അത്യാവശ്യം മുറ്റൊക്കെ വരുന്നുണ്ട്. മുറ്റത്തായിട്ട് ഇന്റർലോക്ക് ചെയ്ത് കാണിട്ടാ. മൊത്തത്തിൽ വൈറ്റ് കളറിൽ വരുന്ന വീടിന്റെ ബോർഡേഴ്സ് ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പർപ്പിൾ ഷെയ്ഡിൽ പെയിന്റിങ് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കയറി വരുമ്പോഴേ ഇടതുവശത്തുള്ള മെയിൻ ഷോ വാളിലേക്ക് വരികയാണെങ്കിൽ ബ്രിക്ക് ഷെയ്ഡിൽ ക്ലാഡ് ടൈലാണ് കേട്ടോ അവിടെ കൊടുത്തിട്ടുള്ളത്. അവിടെ താഴേക്ക് നോക്കുകയാണെങ്കിൽ ഇതാ അവിടെ ഒരു ഗാർഡൻ സ്പേസ് വരുന്നുണ്ട്. അവിടെ ആയിട്ട് ആർട്ടിഫിഷ്യൽ ഗ്രാസ് മാറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. വീടിന്റെ മുകളിലേക്ക് വരുമ്പോൾ ദാ അവിടെ ആയിട്ട് ഇടക്കിടക്കായിട്ട് ജിഐയിൽ റെയിലിംഗ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് എക്സ്റ്റീരിയറിനെ ഒത്തിരി ഭംഗിയാക്കുന്നുണ്ട്. കൂടാതെ നമ്മളിത് ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ അവിടെ ഒരു കുഞ്ഞു ഷോവാള് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡാർക്ക് പിങ്ക് ഷെയ്ഡിലാണ് കേട്ടോ പെയിന്റിങ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മളിത് ഈ ഭാഗത്തെ വോളിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ ആയിട്ടും ക്ലാഡ് ടൈലാണ് കൊടുത്തത്. ഈ വോളിലായിട്ട് ഇതേ 2 വിൻഡോ വരുന്നുണ്ട്. നമ്മുടെ ലിവിങ്ങിന്റെ ഒരു സ്പേസ് ആണ് കേട്ടോ ഈ വരുന്നത്. അവിടെ നടുക്കായിട്ട് ഒരു എക്സ് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ഇവിടെ 2 വോളിന്റെയും സെൻട്രൽ ആയിട്ടാണ് കേട്ടോ നമ്മുടെ സിറ്റ് ഔട്ടിന്റെ സ്പേസ് വരുന്നത്. ഓപ്പൺ സിറ്റ് ഔട്ട് കൺസെപ്റ്റ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത്. സിറ്റ് ഔട്ടിലേക്ക് കയറാനായിട്ട് ഫ്രണ്ടിൽ 2 സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട്. സ്റ്റെപ്പിലായിട്ടും സിറ്റ് ഔട്ടിന്റെ ബോർഡറിലായിട്ടും ഗ്രാനൈറ്റ് ആണ് വരുന്നത്. ബാക്കി ഭാഗത്തായിട്ട് സ്ക്വയർ ഫീറ്റിന് ഏകദേശം 65 രൂപ വരുന്ന മാർബണൈറ്റ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. 240-161 സൈസിലാണ് സിറ്റ് ഔട്ട് വരുന്നത്. ഇവിടെ ഇരിക്കാനായിട്ട് സിമ്പിൾ ആയിട്ട് 2 ചെയർ കൊടുത്തിട്ടുണ്ട്. ബാക്ക് വോളിലേക്ക് നോക്കുകയാണെങ്കിൽ ഇതാ ഒരു സിംഗിൾ വിൻഡോയും ആണ് കേട്ടോ വരുന്നത്. ഇവിടെ സീലിംഗിലേക്ക് വരുമ്പോൾ നമുക്ക് പുറത്തേക്ക് കാണുന്ന രീതിക്ക് ഇതുപോലൊരു ഡിസൈൻ വന്നിട്ടുണ്ട്. ഇത് ജിപ്സത്തിലല്ല കേട്ടോ ചെയ്തിട്ടുള്ളത്. ഇവിടെ വാർത്തിട്ട് തേക്കിന്റെ ഡിസൈനിൽ പെയിന്റിങ് കൊടുത്തതാണ്. ഇനി മെയിൻ ഡോറിലേക്ക് വരുമ്പോൾ മഹാഗണി വുഡിൽ തേക്കിന്റെ ഡിസൈനിൽ വരുന്ന വുഡിന്റെ ഡബിൾ ഡോർ ആണ്. സ്റ്റീലിന്റെ 2 ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. ഡോറിന് മുകളിലേക്ക് വരികയാണെങ്കിൽ ജസ്റ്റ് ഒരു മാഷാ അല്ലാഹ് എഴുതി ഒരു ഫ്രെയിമും കൊടുത്തതായിട്ട് കാണാം. അപ്പൊ ഇനി നമുക്ക് നമ്മുടെ അകത്തെ വിശേഷങ്ങൾ നോക്കിയല്ലേ. 490-343 സൈസിലാണ് കേട്ടോ ഈ ഹോള് വരുന്നത്. ഡോറ് തുറന്ന് കയറി വരുമ്പോഴേ വളരെ മനോഹരമായിട്ട് ഡിസൈൻ ചെയ്ത ഒരു ഹോളിലേക്കാണ് കേട്ടോ നമ്മൾ എത്തുന്നത്. ഇവിടെ ഫ്ലോറിലായിട്ട് നോക്കുകയാണെങ്കിൽ വൈറ്റ് കളറിൽ മാർബണൈറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. നമ്മളിത് ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ആയിട്ട് നമ്മുടെ ഡൈനിങ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സ്പേസിലേക്ക് ഒതുങ്ങിയ തരത്തിൽ നല്ല അടിപൊളി ഡിസൈനിൽ വരുന്ന ഒരു ടേബിൾ ആണ് കേട്ടോ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. 6 പേർക്ക് ഇരിക്കാൻ കഴിയുന്ന തരത്തിലാണ് ടേബിളിന്റെ അറേഞ്ച്മെന്റ്സ്. ടോപ്പിലായിട്ട് പ്രിന്റഡ് ഗ്ലാസ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. നല്ല ക്വാളിറ്റിയിൽ വരുന്ന ചെയറും ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഏകദേശം ഒരു 30,000 രൂപയാണ് ഈ ഒരു സെറ്റിനായിട്ടുള്ളത്. ഡൈനിങ്ങിൽ ഈ ഭാഗത്തെ വോളിലായിട്ട് ഇതുപോലെ 3 നിഷ് ഡിസൈൻ വരുന്നുണ്ട് കേട്ടോ. ഒരു നേവി ബ്ലൂ ആൻഡ് പിങ്ക് ഷെയ്ഡിൽ പെയിന്റിങ് കൊടുത്തിട്ട് ഉള്ളിലായിട്ട് ലൈറ്റ് ഒക്കെ വരുന്നുണ്ട്. അതൊരു സിമ്പിൾ ഡിസൈൻ ആണെങ്കിലും ഈ വോളിനെ ഒത്തിരി ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോ ആ ഒരു കോർണറിലായിട്ടാണ് നമ്മുടെ വാഷ് ബേസിൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. വാഷ് ഏരിയ നോക്കുകയാണെങ്കിൽ ബാക്ക് വോളിലായിട്ട് വുഡൻ ലൂവേഴ്സ് ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അതിലായിട്ട് സ്ക്വയർ മിറർ ആണ് വരുന്നത്. മുകളിലായിട്ട് ലൈറ്റ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ. താഴേക്ക് വരുമ്പോ ഒരു കുഞ്ഞു വാഷ് ബേസിനും താഴെയായിട്ട് സ്റ്റോറേജും വരുന്നുണ്ട്. ഇവിടെ ലിവിംഗിലും ഡൈനിങ്ങിലും അതുപോലെ തന്നെ 2 ബെഡ്റൂമിലും കർട്ടൻ കൊടുത്തിട്ടുള്ളത് സീബ്ര ബ്ലൈൻഡ്സിനാണ് കേട്ടോ. ഏകദേശം ഇത് മൊത്തത്തിൽ ചെയ്യാനായിട്ടുള്ളത് 16,500 ആണ്. ഇവിടെ ഹോളിലെ സീലിംഗിലേക്ക് നോക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ജിപ്സം സീലിംഗ് ആണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഒരു സിമ്പിൾ ആയിട്ടുള്ള ഡിസൈൻ ആണ്. ഉള്ളിൽ വുഡൻ തീമിൽ ഡിസൈൻ വരുന്നുണ്ട്. ഉള്ളിലായിട്ട് തന്നെ സ്ട്രിപ്പ് ലൈറ്റ്സും കൂടാതെ LED ലൈറ്റ്സ് ഒക്കെ വന്നിട്ട് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ഡൈനിങ്ങിൽ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ആയിട്ടാണ് നമ്മുടെ ലിവിംഗ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ലിവിംഗിന്റെ എൻട്രൻസിലായിട്ട് ഇതുപോലെ ഒരു ആർച്ച് ഡിസൈൻ വരുന്നുണ്ട്. 2 വശത്തായിട്ടും മൾട്ടിവുഡിൽ നല്ല അടിപൊളിയായിട്ട് ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അതിനുള്ളിലായിട്ട് ലൈറ്റ്സ് വരുന്നുണ്ട്. എൻട്രൻസിൽ 2 വശത്തെ വോളിലായിട്ടും 2 എക്സ് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. നമ്മൾ സിറ്റ് ഔട്ടിലെ ഫ്ലോറിൽ കണ്ട ഒരു മാർബണൈറ്റ് ആണ് കേട്ടോ ഇവിടെ ലിവിംഗിന്റെ ഫ്ലോറിലും കൊടുത്തിട്ടുള്ളത്. കയറി വരുമ്പോൾ 2 വശത്തായിട്ട് 2 കഫേ ചെയർസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു വശത്തെ വോളിലായിട്ട് ഒരു പരഗോള ഗ്ലാസ് ഡിസൈൻ വരുന്നുണ്ട്. അതിനുള്ളിലായിട്ട് ലൈറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ നമ്മൾ മറുവശത്തെ വോളിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടെ ആയിട്ട് ഇതുപോലെ 2 നിഷ് ഡിസൈനും കൊടുത്തിട്ടുണ്ട്.
ചെയർ കൂടാതെ ഇവിടെ ഇരിക്കാനായിട്ട് ഇതേ ഒരു സോഫ സീറ്റർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഏകദേശം 8000 രൂപയാണ് കേട്ടോ ഇതിനായിട്ടുള്ളത്. ആ ഒരു ഷോ വാളിലേക്ക് നോക്കുകയാണെങ്കിൽ ടെക്സ്ചർ പെയിന്റ് ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത്. ഒരു ബ്ലാക്ക് ആൻഡ് വുഡ് തീമിലാണ് കേട്ടോ വരുന്നത്. രണ്ട് വശത്തായിട്ട് 2 സിംഗിൾ വിൻഡോ വരുന്നുണ്ട്. ഇനിയിപ്പോ നമ്മൾ അവിടുന്ന് നമ്മുടെ സീലിംഗിലേക്ക് വരാണെങ്കിലും അടിപൊളിയായിട്ട് ജിപ്സം സീലിംഗാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. 18 ലക്ഷത്തിന് ഇത്രയും അടിപൊളി ഡിസൈനിലൊക്കെ വരുന്ന ഒരു വീട് എന്ന് പറയുമ്പോൾ അത് ശരിക്കും വേർത്താണ് അല്ലേ. ടോട്ടലി ഇവിടെ ഇന്റീരിയർ ചെയ്യാനായിട്ടുള്ളത് 75,000 രൂപയാണ് കേട്ടോ. ഇനിയിപ്പോ 2 ബെഡ്റൂം ആണ് ഇവിടെ വരുന്നത്. നമ്മൾ കയറി വരുമ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ 2 വശത്തായിട്ടാണ് കേട്ടോ 2 ബെഡ്റൂംസ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി ഇവിടുന്ന് നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ആയിട്ട് സ്റ്റെയർ വരുന്നുണ്ട്. കൂടാതെ ഈ ഭാഗത്തായിട്ട് നമ്മുടെ കിച്ചണും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ ബെഡ്റൂമിന്റെ ഭാഗത്തേക്ക് വരുമ്പോൾ അവിടെ ആ ഒരു ഷോ വാളിലായിട്ട് ഒരു ബ്രിക്ക് ഷെയ്ഡിൽ ടെക്സ്ചർ പെയിന്റ് ഡിസൈൻ ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. അവിടുന്ന് സീലിംഗിലേക്കായിട്ട് സിമ്പിൾ ആയിട്ട് ഒരു സീലിംഗ് ഡിസൈനും വരുന്നുണ്ട്. അപ്പൊ നമ്മൾ ആദ്യത്തെ ബെഡ്റൂമിലേക്ക് വരുമ്പോൾ 343 സൈസിലാണ് കേട്ടോ ഈ ബെഡ്റൂം വന്നിട്ടുള്ളത്. ഇവിടെ സെൻട്രലായിട്ട് തന്നെ വുഡിന്റെ ഒരു ഫാമിലി റെഡിമെയ്ഡ് കോട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആ ഒരു ബാക്ക് വാൾ ആണ് കേട്ടോ ഇവിടുത്തെ ഷോ വാള്. അതിലായിട്ട് ആ ഒരു പിങ്ക് ഷെയ്ഡിൽ നല്ല അടിപൊളിയായിട്ട് പെയിന്റിംഗ് ആണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ദേ വോളിലായിട്ട് തന്നെ ഒരു കുഞ്ഞു ഷെൽഫും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഈ റൂമിന്റെ ഒരു കളർ തീമിനോട് മാച്ച് ആവുന്ന രീതിക്കാണ് ഇവിടെ സീബ്ര ബ്ലൈൻഡ്സിന്റെ കളർ കൊടുത്തിട്ടുള്ളത്. കൂടാതെ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ വാർഡ്രോബ് സെറ്റ് ചെയ്തിട്ടുണ്ട്. മൾട്ടിവുഡിൽ മൈക്കൊട്ടിച്ചിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഏകദേശം ഒരു 15,000 രൂപയാണ് ഇത് ചെയ്യാനായിട്ടുള്ളത്. ഇവിടെ ആ ഒരു കളർ തീം മാച്ച് ആക്കാൻ നോക്കിയിട്ടുണ്ട്. കൂടാതെ ഇതേ വാർഡ്രോബിനോട് ചേർന്ന് ഒരു ഡ്രസ്സിംഗ് ഏരിയ കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട്. സീലിംഗിലേക്ക് വരുമ്പോൾ സിമ്പിൾ ആയിട്ട് LED ലൈറ്റ്സ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ഈ റൂമിലായിട്ട് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. 190-120 സൈസിലാണ് ഈ ബാത്റൂം വരുന്നത്. നല്ല അടിപൊളിയായിട്ട് വോളിൽ ടൈലൊക്കെ കൊടുത്തിട്ടുണ്ട്. വാഷേരിയന്റെ യൂണിറ്റും കാണാം. ഇനി നമ്മൾ നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് വരുമ്പോൾ 343-370 സൈസിലാണ് കേട്ടോ വരുന്നത്. ഇവിടെ വുഡിന്റെ ഒരു ഫാമിലി റെഡിമെയ്ഡ് കോട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഷോവാളിലേക്ക് വരുമ്പോൾ നെവി ബ്ലൂ കളറിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഇവിടെയും ഒരു ഗ്രേ കളർ തീമിലാണ് നമ്മുടെ സീബ്ര ബ്ലൈൻഡ്സ് വന്നിട്ടുള്ളത്. വോളിലായിട്ട് തന്നെ ഇതുപോലെ ഒരു കുഞ്ഞു ഷെൽഫ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു കളർ തീമിനോട് മാച്ച് ആവുന്ന തരത്തിൽ തന്നെ ഇവിടെയും വാർഡ്രോബ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് വന്നിട്ട് മൾട്ടിവുഡിൽ തന്നെയാണ്. ഏകദേശം ഒരു 15,000 തന്നെയാണ് കേട്ടോ ഇതിനും വന്നിട്ടുള്ളത്. ഈ റൂമിലായിട്ട് നോക്കുകയാണെങ്കിലും അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. 233-134 സൈസിലാണ് ഈ ബാത്റൂം വന്നിട്ടുള്ളത്. ഇതിലും നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെയാണ് കേട്ടോ ടൈലൊക്കെ കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് കിച്ചൺ നോക്കുന്നതിന് മുന്നായിട്ട് നമ്മുടെ സ്റ്റെയർ ഒന്ന് നോക്കാം. സ്റ്റെയറിൽ ഹാൻഡ് റെയിൽ വന്നിട്ട് സ്റ്റീലാണ്. ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ വുഡ് വരുന്നുണ്ട് തേക്കാണ് കേട്ടോ. ഏകദേശം ഹാൻഡ് റെയിൽ ചെയ്യാനായിട്ട് 16,500 ആണ് കേട്ടോ ആയിട്ടുള്ളത്. ഇനി ഫ്ലോറിന്റെ ബേസിലായിട്ട് നോക്കുകയാണെങ്കിൽ ഗ്രാനൈറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. അവിടെ വെന്റിലേഷൻ കിട്ടുന്ന രീതിക്ക് ഇതേ ഒരു വിൻഡോ വരുന്നുണ്ട്. ഇനി നമ്മൾ നമ്മുടെ കിച്ചണിലേക്ക് വരുമ്പോൾ 250-343 സൈസിലാണ് കേട്ടോ വരുന്നത്. നമ്മുടെ കിച്ചണിലെ ഫ്ലോറിലായിട്ട് വുഡൻ ടൈപ്പിലാണ് ടൈല് കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോ നമ്മൾ വോളിൽ മൊത്തത്തിലായിട്ട് നോക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ഒരു വൈറ്റ് കളറിലാണ് കേട്ടോ ടൈല് വരുന്നത്. ഡോറ് തുറന്ന് കയറി വരുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ ഫ്രിഡ്ജിന്റെ സ്പേസ് വരുന്നുണ്ട്. അവിടുന്ന് ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇവിടെ ആയിട്ട് ഒരു കുഞ്ഞു റാക്ക് വരുന്നുണ്ട്. റാക്കിന് ബേസിലായിട്ട് ഗ്രാനൈറ്റ് ആണ് വരുന്നത്. താഴേക്ക് വരുമ്പോൾ ഇതാ ഓരോന്നിനും അതത് ക്യാബിനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒത്തിരി ക്യാബിൻസ് ഒന്നും കുത്തി നിറച്ചിട്ടില്ല കേട്ടോ. ഇവിടെ സ്റ്റോർ റൂം വരുന്നില്ല. പകരം ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ ഇതുപോലെ ഒരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. മൾട്ടിവുഡിൽ മൈക്കൊട്ടിച്ചിട്ടാണ് കേട്ടോ ഇതൊക്കെ ചെയ്തിട്ടുള്ളത്. ഈ വോളിലായിട്ട് വെന്റിലേഷന് വേണ്ടിയിട്ട് ഒരു 3 ഡോർ വിൻഡോ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ആയിട്ട് തന്നെ നമ്മുടെ അടുപ്പിനുള്ള സ്പേസ് വരുന്നുണ്ട്. താഴെയായിട്ട് വിറക് വെക്കാവുന്ന രീതിക്ക് സ്പേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അവിടുന്ന് ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ആയിട്ടാണ് നമ്മുടെ സിങ്ക് വരുന്നത്. അതിനോട് ചേർന്ന് തന്നെ ഗ്യാസ് സ്റ്റൗവും വരുന്നുണ്ട്. ഇവിടെ വെന്റിലേഷൻ കിട്ടുന്ന രീതിക്ക് ഇതാ റെയിലിംഗ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ സിങ്കിന്റെയും ഗ്യാസ് സ്റ്റൗവിന്റെ ഒക്കെ താഴെയായിട്ടും സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട് കേട്ടാ. ഇനി അവിടുന്ന് ഈ ഭാഗത്തെ വോളിലായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു കുഞ്ഞു ക്രോക്കറി യൂണിറ്റും സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ വീടിന്റെ പ്ലാൻ ആവശ്യക്കാർക്ക് വേണ്ടിയിട്ട് നമ്മളിതേ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. വീട് മൊത്തത്തിൽ LED ലൈറ്റ്സും എക്സ് ലൈറ്റ്സും ഒക്കെ വരുന്നതുകൊണ്ട് നൈറ്റിലും നല്ല അട്രാക്ഷൻ ആണ്. അപ്പൊ എങ്ങനെ ഈ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വീട് നിങ്ങൾക്ക് ഇഷ്ടമായോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. ഒപ്പം ഒത്തിരി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വീടുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ചാനലിൽ ഒന്ന് കയറി വെക്കണം കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുന്നതോടൊപ്പം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.